കായംകുളം ഉപജില്ലാ സ്കൂൾ കലോത്സവം 2 ദിവസം പിന്നിട്ടു. രണ്ടാം ദിനം നൃത്ത മത്സരങ്ങളാണ് പ്രധാനമായും നടന്നത്. കായംകുളം ഉപജില്ലാ സ്കൂൾ കലോത്സവം 2 ദിവസം പിന്നിട്ടു. രണ്ടാം ദിവസം നൃത്ത മത്സരങ്ങളായിരുന്നു പ്രധാനമായും നടന്നത്. ദേവദാരു എന്ന കായംകുളം ഗവൺമെന്റ് ബോയ്സ് HSS ഓഡിറ്റോറിയത്തിലെ വേദി 1-ൽ LP, UP, HSS വിഭാഗം ഭരതനാട്യ മത്സരം നടന്നു. കായംകുളം സെന്റ് മേരീസ് HSS ഓഡിറ്റോറിയത്തിന്റെ ചെമ്പകം എന്ന വേദി 2-ൽ LP, UP, HSS വിഭാഗം നാടോടി നൃത്തവും നടന്നു. ൂരിലെ മൂപ്പന്റെ കൊച്ചുപോൾ നെഞ്ചയ്ക്ക് നെഞ്ചും പിളർക്കുന്ന കഥയുണ്ട് ചൊല്ലാൻ. പിച്ച വെക്കും മുമ്പേ അച്ഛനും അമ്മയും ആത്തല ചെത്തിയ മലവെള്ളപ്പാച്ചിരി മലയ്ക്കൊപ്പം ഓർമ്മയായി ഒരു നോക്കുപോലും കാണാനാവാതെ പുത്തുമല തന്മാറിലൊളിപ്പിച്ചു. അതേസമയം നൃത്ത മത്സരങ്ങൾ തുടങ്ങുവാൻ ഏറെ താമസിച്ചതോ മത്സരാർത്ഥികളെയും അധ്യാപകരെയും ഒപ്പമെത്തിയ രക്ഷകർത്താക്കളെയും ഒക്കെ വലച്ചു. ഗവൺമെന്റ് ഗേൾസ് HSSലെ വേദി 3 എന്ന കരിമ്പനയിൽ നാടൻപാട്ട്, വഞ്ചിപ്പാട്ട്, പൂരക്കളി, HSS വിഭാഗം മത്സരങ്ങൾ നടന്നു. വേദി 4-ആയ B.Ed സെന്ററിലെ ആദ്യ നിലയിൽ ദേശഭക്തി ഗാനം, ശാസ്ത്രീയ സംഗീതം എന്നിവയാണ് നടന്നത്. വേദി 5-ആയ B.Ed സെന്ററിന്റെ താഴത്തെ നിലയിൽ അറബി സാഹിത്യോത്സവം, ഖുർആൻ പാരായണം, അഭിനയഗാനം, കഥ പറയൽ, കഥാപ്രസംഗം, അറബി എന്നിവ നടന്നു. വേദി 6 ഗുൽമോഹർ സെന്റ് മേരീസ് സ്കൂളിന്റെ മുകളിലത്തെ നിലയിൽ മാപ്പിളപ്പാട്ട് മത്സരമാണ് നടന്നത്. ഇതിൽ LP, UP, HSS വിഭാഗം മത്സരങ്ങൾ നടന്നു. കായംകുളം ഗവൺമെന്റ് UPSലെ വേദി 7 പൂമരത്തിൽ സംസ്കൃതോത്സവം നടന്നു. ഇവിടെ UP വിഭാഗം കഥാകഥനം, UP ഗദ്യ പ്രഭാഷണം, UP HS പ്രഭാഷണം, HS ചമ്പു പ്രഭാഷണം, പാഠകം, അക്ഷരശ്ലോകം, പദ്യം ചൊല്ലൽ, പ്രസംഗം, സംസ്കൃത നാടകം എന്നിവ നടന്നു. അവസാനത്തെ വേദിയായ ഗവൺമെന്റ് LPSലെ വേദി 8 നീർമാതളത്തിൽ പദ്യം ചൊല്ലലാണ് നടന്നത്. വ്യാഴാഴ്ച 1-ാം വേദിയിൽ മോഹിനിയാട്ടം, കുച്ചിപ്പുടി എന്നീ മത്സരങ്ങൾ നടക്കും. പരിഭാഷയെല്ലാം ഒരുപോലിരിക്കുന്ന പാരിലെ പുസ്തകമെന്നും അച്ഛൻ കരവും
ജനപ്രിയ ഇനങ്ങളായ മോണോ ആക്ട്, മിമിക്രി എന്നിവ രണ്ടാം വേദിയായ സെന്റ് മേരീസ് HSS ഓഡിറ്റോറിയത്തിലാണ് നടക്കുക. മത്സരാർത്ഥികൾക്കും കൂടെ എത്തിയ അധ്യാപകർക്കും വിഭവസമൃദ്ധമായ ഭക്ഷണവും കലോത്സവത്തിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. കായംകുളം ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിലാണ് ഭക്ഷണശാല പ്രവർത്തിക്കുന്നത്. CD നെറ്റ് ന്യൂസ്, കായംകുളം.